അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ KCB മിനി വൈദ്യുതി ഭവൻ മണ്ണർക്കാട് KCB ഓഫീസിലുള്ളത്. വീട് നിങ്ങൾ ആരും തട്ടി മാറ്റരുത് കേട്ടോ. ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു സംഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തായാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കാണണം. നേരിട്ട് KCBനെ അഭിനന്ദിക്കാൻ കിട്ടിയൊരു ചാൻസാണ്. അത് നമ്മൾ ചെയ്യാൻ പോകട്ടോ. ഏതാന്നൊക്കെ നമുക്ക് സാറിനോടും അതേപോലെ തന്നെ ഇവിടെ KCBയുടെ എൻ്റെ ടീം അതിൻ്റെ പുറകിലുണ്ട്. എന്താ സംഭവം എന്നൊക്കെ വീഡിയോ നിങ്ങൾക്ക് മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെന്തായാലും ഈനെ കാണാൻ പോകണം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ വേണ്ടി പോകണേ. അപ്പോൾ സുഹൃത്തുക്കളെ, മണ്ണർക്കാട് ഡിവിഷൻ KCB ഡിവിഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൂർത്തി സാറാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ സാറേ, ഞാനൊരു മണ്ണർക്കാട്ടുകാരനായതിൽ അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് KCBയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതെന്താണെന്നുള്ളത് കാണുന്ന ആളുകൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ കയറി വരുന്ന വിഷ്വൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ട് വലിയൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ മണ്ണർക്കാട് ഡിവിഷൻ KCB ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. ഒരു പത്ര കട്ടിങ് കണ്ടാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ KCBയിൽ വന്നത്. അപ്പോൾ അതൊന്ന് സാറ് ലഘുവായിട്ടൊന്ന് വിവരിച്ചു തന്നാൽ വളരെ ഉഷാറായിരുന്നത്. ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. എന്താണ് വയനാട് നമ്മൾ മണ്ണർക്കാട് KCB എന്താണ് അവർക്ക് ചെയ്തു കൊടുത്തതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്തേ. KCB എന്നുള്ള രീതിയിൽ ഞാൻ മണ്ണാർക്കാട് നിലമ്പൂരും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ഈ പുഴയിൽ കൂടി ഒലിച്ചു വന്ന് നിലമ്പൂരടക്കം കിട്ടിയതായിട്ടാണ് നമ്മൾ പത്രവാർത്തയിലും വീഡിയോയിലും ഒക്കെ കണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നിലമ്പൂരിലെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, വിശദമായി പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് തോന്നിയത് നിലമ്പൂരിൻ്റെ അടുത്തുള്ള ഭാഗത്ത് എവിടെയോ ആണ് ഇത് എന്നുള്ള, മേപ്പാടിയും നിലമ്പൂരും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു KCB വികസിപ്പിച്ച ഒരു മാപ്പിൽ നമ്മൾ നോക്കിയത്. ആ സമയത്ത് നമുക്ക് അവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. കാരണം ഞങ്ങൾ ട്രാൻസ്ഫോമറൊക്കെ പേര് കൊടുത്ത് ആ മാപ്പിൽ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലം കാണാൻ പറ്റി. പിന്നെ അതിൽ തോന്നിയത് ഇതാണ്, മുണ്ടക്കൈ ഭാഗത്ത് ഇതുവരെ ആൾക്കാർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. ആ സമയത്ത് നമ്മുടെ ഡിവിഷനിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഗോകുൽ എന്ന് പറഞ്ഞ ആൾ, ഓക്കെ നമുക്കിത് ഡാറ്റാബേസിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ അതിന് വേണ്ടിയിട്ട് ഒരു 5 മണിക്കൂർ മെനക്കെട്ടപ്പോഴാണ് നമുക്ക് ഇത് കാണാൻ പറ്റിയത്. ഒരു മുണ്ടക്കൈ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമറിൽ ഏകദേശം 320 പേര് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല, ആരാണ് എവിടെ പോയി എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ സാധാരണ നമ്മൾ 2 മാസം കൂടുമ്പോൾ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ വിളിക്കാറുണ്ടല്ലോ, KCBന്ന് വിളിക്കാറുണ്ടല്ലോ. നിങ്ങൾ പൈസ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കും, നിങ്ങൾക്ക് മെസ്സേജ് വരും. ഇങ്ങനെ കുറേ സംവിധാനത്തിലേക്ക് ആ ഫോൺ നമ്പർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ ആൾക്കാരെ ഫോൺ നമ്പർ കിട്ടുമല്ലോ. പിന്നെ അതുകൂടാതെ നമ്മൾ എല്ലാ വീട്ടിലും വന്നിട്ട് നമ്മളെ മീറ്ററിൻ്റെ പൊസിഷൻ ഒരു GPS ലൊക്കേഷൻ എടുത്തിട്ടിരുന്നു കുറച്ച് കാലങ്ങൾ മുമ്പേ. ആ GPS ലൊക്കേഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ തകർന്ന വീടുകളുടെ ലൊക്കേഷൻ നമ്മളെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഉദ്ദേശം വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. അതിൽ ആദ്യത്തെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഭാഗം നമ്മുടെ ഗൂഗിൾ എന്ന ഏരിയയാണ് ചെയ്തു തന്നത്. അത് ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ കളക്ട്രേറ്റിലേക്ക് അയച്ചു. അത് അയച്ചപ്പോൾ അവിടുന്ന് ഒരു മെയിൽ വന്നു, ഞങ്ങൾക്ക് മുഴുവനായിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം ആദ്യത്തെ ഒരു ട്രാൻസ്ഫോമറിന് 5 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. ഒരു മനുഷ്യ പ്രയത്നം എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ കിട്ടിയാലേ അവിടെ കാര്യമുള്ളൂ. ഒരു ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ഡിവിഷനിലെ എല്ലാവരും വിളിച്ചു കൂട്ടി അതിനെപ്പറ്റി സംസാരിച്ചു. ഫുൾ ടീമിനെ വിളിച്ചു. ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയുന്ന ഞങ്ങളുടെ സബോർഡിനേറ്റ് ഓഫീസിലെ എല്ലാവരും വിളിച്ചു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് ഞങ്ങളിതൊക്കെ പറഞ്ഞു. പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അറിയിച്ച പ്രകാരം ഒരാൾ മണ്ണാർക്കാടുകാരനും ഞങ്ങളെ കൂടെ ഇത് ചെയ്യാമെന്ന് ഏറ്റു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോകുലിനോട് പറഞ്ഞു, ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് നമുക്കൊരു ചിന്ത വന്നത്, നമ്മളിത് ചെയ്യുമ്പോൾ തെറ്റിയാലോ എന്ന്. കാരണം വിലപ്പെട്ട രേഖകളാണ് നമ്മൾ കൊടുക്കുന്നതും അതിലൊരു തെറ്റ് സംഭവിച്ചാൽ അതൊരു മോശമാണെന്ന് തോന്നി. അപ്പോഴാണ് ഞങ്ങളുടെ സിസ്റ്റം സൂപ്പർവൈസർ സോജി പറഞ്ഞത്, എന്താ സാർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് വിളിക്കുക, നമ്മൾ IT ഇങ്ങനെ അത് ചെയ്തു തരാൻ പറ്റുവാണെങ്കിൽ, ഇന്ന് തന്നെ ചെയ്തു തരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം.
ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ 2 ട്രാൻസ്ഫോർമർ വെച്ച് ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഭാഗ്യത്തിന് IT വിങ്ങിൽ നിന്ന് അങ്ങനെ ഒരു ഡാറ്റ എടുത്തു തരാൻ അവർക്ക് പറ്റി. അതാണ് ഞങ്ങൾ 2ാമത്തെ ദിവസം അയച്ചു കൊടുത്തത്. എന്തായാലും 2ാമത്തെ ദിവസം അയച്ചു കൊടുത്തു. ഞങ്ങളിതൊക്കെ നല്ലത് വിചാരിച്ച് അയച്ചു കൊടുത്തു. പിന്നെ നമുക്കൊരു കഴിഞ്ഞ ദിവസമാണ് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം അവിടെ നിന്ന് കിട്ടിയത്. അതായത് ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങൾ അയച്ചു കൊടുത്ത ഡാറ്റ അവിടെ യൂസ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. അതെ, വളരെ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഇതിന് എന്തെങ്കിലും ഒരു ഗുണം വേണമല്ലോ. അങ്ങനെ ഒരു ഡാറ്റ നമ്മൾ കൊടുത്തതിന് KSEBിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് ഗുണം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. ആ കൊടുത്തതിന് നല്ല റിസൾട്ട് കിട്ടി എന്ന് അവിടെ നിന്ന് അറിഞ്ഞു. നിങ്ങൾ കൊടുത്ത ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് സൈന്യം തെരച്ചിൽ നടത്തിയത്? അതെ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. നമ്മളെ കൊടുത്ത ഡാറ്റയിൽ നിന്നും ബാക്കിയുള്ള കുറേ ആൾക്കാരുടെ ഡാറ്റ തന്നിരുന്നു. ഉപകരിച്ചിട്ടുണ്ട് സംഭവം. എന്തായാലും നല്ല രീതിയിൽ ഉപകരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ടൈമിലി കിട്ടിയത് കൊണ്ട് വളരെ നന്നായിരുന്നു. അത്യാവശ്യം നല്ല ആക്യുറസി ആയിരുന്നു അതെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. പിന്നെ ഈ അവിടുത്തെ ലൊക്കേഷനൊക്കെ ബേസ് ചെയ്യാൻ KSEBിക്ക് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? അത് അവിടുത്തെ എന്നല്ല, കേരളത്തിലെ എവിടുത്തെയും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ, പിന്നെ അത് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ സിസ്റ്റം KSEBിക്ക് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ ആദ്യം നിങ്ങളെ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് ഞങ്ങളെ എല്ലാ കണക്ഷനും ഇനി ലൊക്കേഷൻ എടുത്തിട്ടേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനം കൂടി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലെ എല്ലാ കണക്ഷനും അതായത് കേരളത്തിൽ എത്ര കണക്ഷൻ ഉണ്ടോ അത് മുഴുവനും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ വരുന്നുണ്ട് സോഫ്റ്റ്വെയർ. ഇതെനിക്ക് തോന്നുന്നു പിന്നെ ഈ ഇവിടെ ചൂരൽമലയുടെ മൊത്തത്തിൽ ഇടിഞ്ഞ് പിന്നെ ലാൻഡ് സ്ലൈഡായിട്ട് പോയപ്പോൾ കറക്റ്റ് വീടുകളിൽ ഇരുന്ന ലൊക്കേഷൻ അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന സൈന്യത്തിനോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർക്കോ അറിയില്ല. കാരണം അവിടുത്തെ പഴയ രൂപമല്ല ഇപ്പോൾ ഉള്ളത്. അതിന് നിങ്ങൾ ഈ പിന്നെ എന്താ പറയുക ഭൂമിപരമായിട്ടുള്ള സംഭവങ്ങൾ കറക്റ്റ് ഇതൊക്കെ ഉണ്ടോന്നല്ലേ ഈ ഒരു ആപ്ലിക്കേഷനിൽ? അതെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ പോസ്റ്റ് നമ്പർ ഉണ്ടാവും. പോസ്റ്റ് നമ്പറിന് ഒരു കണക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വീട് തന്നെ ഇല്ല, അപ്പോൾ പോസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പോസ്റ്റും ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ആദ്യം അങ്ങനെയാണ് ചിന്തിച്ചത്, പോസ്റ്റിന്റെ ലൊക്കേഷൻ എടുത്ത് കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഭൂമിയുള്ള കാലത്തോളം അക്ഷാംശം രേഖാംശം മാറില്ലെന്നും അതുകൊണ്ട് അത് കൊടുക്കാമെന്നുമാണ് വിചാരിച്ചത്. പിന്നെ അവരെ ഫോൺ നമ്പറും നമ്മൾ കൊടുത്തിരുന്നു, അഡ്രസ്സും കൊടുത്തിരുന്നു. കാരണം എന്തായാലും അവരെ ഒന്ന് ഫോൺ ചെയ്ത് വിളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനും, പിന്നെ BSNLോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരെ ഫോണിൻ്റെ ലൊക്കേഷൻ അടക്കം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ആൾക്കാരെ കൊടുക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു, വലിയൊരു ഡാറ്റാബേസ് ആണ് എന്താണെന്നൊന്നും. പക്ഷേ എന്തായാലും നല്ല രീതിയിൽ ഉപയോഗിച്ചു നടന്നുകൊണ്ട് നമുക്ക് വളരെ ആശ്വാസമാണ്. പിന്നെ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ വിശദീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സാറിന് 2 പേരും കൂടി ഉണ്ട് നമ്മുടെ മുമ്പിൽ. സാറിന് വരുന്നത്? എൻ്റെ ഒരു സോജി സിസ്റ്റം സൂപ്പർവൈസറാണ് IT വിങ്ങിലെ. സാറിന് പേര്? എൻ്റെ പേര് ഗൂഗിൾ. ഞാൻ ട്രാൻസ്ക്രിപ്റ്റിൽ ആണ് ഈ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ ഡിവിഷനിൽ എൻ്റെ ഒരു ടീം ഉണ്ട് അല്ലേ? നിങ്ങൾ 3 പേര് മാത്രം എല്ലാവരും ടീം വർക്കാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ അയച്ചു കൊടുത്ത ഡാറ്റ യൂസ് ചെയ്തിട്ട് അവർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടുന്ന് ന്യൂസ് വന്നപ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് റിപ്പോർട്ട് വന്നപ്പോൾ എന്ത് തോന്നി നിങ്ങൾക്ക് ഈ ബാക്കിലെടുത്ത ഒരു എഫേർട്ടുമായി ബന്ധപ്പെട്ട്? സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ഈ പറഞ്ഞ കേരള ജനതയെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു സംഭവമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മളാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചത്. അപ്പോഴാണ് മൂർത്തി സാർ ആ ഒരു ആശയം പറഞ്ഞത്, നമ്മുടെ പക്കലുള്ള ഈ അക്ഷാംശവും രേഖാംശവും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൂഗിളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സാർ നമുക്ക് ശ്രമിക്കാം എന്ന് ഞാൻ സാറോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡാറ്റ എടുത്ത് നോക്കിയതിന് ശേഷം ഈ പറഞ്ഞ ആ ഒരു ഫസ്റ്റ് ഡേ അതിൻ്റെ ഒരു ആക്യുറസി ഞങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഈ പറഞ്ഞ ആ ഒരു ഏരിയയും ആഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയും എല്ലാം ഒന്ന് നോക്കി അത് കൃത്യമായി മാപ്ഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അത് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ആ ഒരു 5 മണിക്കൂർ എടുത്താണ് ഈ പറഞ്ഞ അഡ്രസ്സും ഫോൺ നമ്പറും അടക്കമുള്ള വിശദ വിവരങ്ങൾ ഓരോ കൺസ്യൂമേഴ്സിനെയും കിട്ടിയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കമ്പൈൽ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കളക്ടറേറ്റിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. വയനാട് കളക്ടറേറ്റിൽ അയച്ചു കൊടുത്തു. ഫസ്റ്റ് റിക്വയർമെന്റ് ഒന്നും വെച്ചിരുന്നില്ല. ഇല്ല, നമ്മൾ അതിനകത്ത് സഹായം ആവട്ടെ എന്ന രീതിയിലാണ് നമ്മളത് കൃത്യമായിട്ട് അതിൽ പറയുകയും ചെയ്തു. ഈ പറഞ്ഞ തിരച്ചിലിന് ഉപകരിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, നാളെയുള്ള റവന്യൂ അസസ്മെന്റിന് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മെയിൽ വെച്ചത്. പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് വന്നു. ഞങ്ങൾക്ക് ഈ ഒരു മേഖലയുടെ മാത്രമല്ല ബാക്കിയുള്ള തുടർന്നുള്ള മേഖലയുടെ വേണം. അവർക്ക് അത് ആവശ്യമാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലായി. ആ ഒരു ഡാറ്റയുടെ വാല്യൂ അപ്പോൾ നമുക്ക് മനസ്സിലായി. ഓക്കെ.
ഇതിപ്പോ പിന്നെ മണ്ണാർക്കാട് മാത്രമല്ല, പിന്നെ കേരളത്തിൽ എല്ലാ KCB അണ്ടറിൽ ഈ ഒരു സംവിധാനം ഉണ്ടാവും. അതെ അതെ അതെ. KCBയുടെ ഫീൽഡ് സ്റ്റാഫ് അവരെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അവർ പോയി ഈ റീഡിങ് എടുക്കുന്ന സമയത്ത് അവർ പോയി ആ കൺസ്യൂമറിൻ്റെ ഓരോ കൺസ്യൂമറിൻ്റെ പ്രമിസിൽ പോയി എടുത്തിട്ടുള്ള അക്ഷാംശം രേഖാംശമാണ് ഈ ഒരു പ്രക്രിയയ്ക്ക് ഉപകരിച്ചത്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അത് ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു മണ്ണാർക്കാട്ടുകാരനായതുകൊണ്ടും മണ്ണാർക്കാട് ഡിവിഷനാണ് ഈ ഒരു സംഭവം ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനമായി. ഞാൻ ആ ന്യൂസ് വന്നത് സാറിന് വന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അതെന്തായാലും പിന്നെ KCB ഇങ്ങനത്തെ ഈ വലിയൊരു പിന്നെ ദുരിതമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. ഇപ്പോഴും അതിൻ്റെ ആ വേദനയും സങ്കടം നമുക്ക് മാറിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു സംഭവം പിന്നെ നിങ്ങൾ ചെയ്തു കൊടുത്തതും അത് അവർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയല്ലോ, വീണ്ടും ഞാൻ പറയുകയാണ്, ഞാനൊരു മണ്ണാർക്കാട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ ഈ KCBയിലൂടെ വന്ന് നിങ്ങളുടെയൊക്കെ ഒന്ന് എൻ്റെ ഒരു ടീമിനെ ഒന്ന് കാണണം, അഭിനന്ദിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. അല്ലേ സാറേ? അഭിനന്ദിക്കേണ്ട വിഷയങ്ങളെ നമ്മൾ എന്തായാലും നല്ല കാര്യമാണ്, നമുക്ക് വളരെ നല്ല കാര്യമായി തോന്നിയത് കൊണ്ടാണ്. പിന്നെ ഞങ്ങൾ ഇതിൽ IT വിങ്ങായിട്ട് ബന്ധപ്പെടാൻ സോജിയാണ് മുൻകൈ എടുത്തത്. കാരണം IT വിങ്ങിൽ നമുക്ക് ആരെ വിളിക്കണം എന്നൊന്നും നമുക്കറിയില്ല, ഇത് എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഡാറ്റ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ വഴി കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ് സോജി അത് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സോജിയും ഇതിൽ അങ്ങനെ ഒരു കാര്യം ബാക്കിയുള്ളത് സോജി പറയും. ഓക്കെ ഓക്കെ. ഇതാണ് നേരത്തെ നമ്മൾ കണ്ടാണ് അല്ലേ സോജി? എന്താണ് സാറ് ഡിപ്പാർട്ട്മെന്റ് IT വിങ്ങിലുള്ള സിസ്റ്റം സൂപ്പർവൈസറാണ്. സിസ്റ്റം സൂപ്പർവൈസർ ആണല്ലേ? എന്ത് തോന്നുന്നു ഇപ്പൊ ഇങ്ങനത്തെ ഒരു സന്തോഷം നിമിഷത്തിൽ? എന്താ തോന്നുന്നത് ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച്? ഒരുപാട് സന്തോഷമുണ്ട്. എത്ര വലിയ ഒരു കാര്യമാണെന്നുള്ളതൊക്കെ ഇത് ചെയ്തതിന് ശേഷമാണ് അറിയണത്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ ഈ ഒരു എന്ത് ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അക്യുറസി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ പല ഡാറ്റ അവിടുന്ന് ഫീൽഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള അവിടുത്തെ മീറ്റർ റീഡേഴ്സ് തന്നെയാണ്. ഓരോ സെക്ഷനിലുള്ള മീറ്റർ റീഡേഴ്സ് നമ്മുടെ സ്മാർട്ട് മീറ്ററിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. സ്മാർട്ട് മീറ്റർ വരുമ്പോൾ ജിയോ കോർഡിനേറ്റ് എടുക്കണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഒരുവിധം ഡാറ്റയൊക്കെ ജിയോ കോർഡിനേറ്റ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇതിനെന്താ വെച്ചാൽ ഇത്ര ഈ കുറച്ച് ഒരു ട്രാൻസ്ഫോമറിൻ്റെ 1920 എണ്ണം എടുക്കുന്നത് മാതിരി അല്ലല്ലോ ഇത്. ഇവിടെ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് സാറൊക്കെ ഇവിടെ ചെയ്തത്. ഓരോ കൺസ്യൂമർ എടുത്ത് പ്രൊഫൈൽ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി ഏത് യൂസർക്കും കിട്ടും ഇത്. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ളൊരു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഓരോ യൂസറിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്തൊക്കെ ഒരു എക്സൽ ഷീറ്റാണ് കൊടുത്തില്ലേ. ഡാറ്റയുടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ഡാറ്റ മാത്രം, അത് പേര്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള ജിയോ കോർഡിനേറ്റും. അതിൽ ജിയോ കോർഡിനേറ്റ് ആണ് ഏറ്റവും ഉപകാരപ്പെട്ടത്. ആപ്ലിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ KCBക്ക്? ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ഒരു സാധനം നമ്മൾ തന്നെ ഇൻഹൗസ് ഡെവലപ്മെന്റ് ആണിത്. നമ്മുടെ എംപ്ലോയീസിനാണ് ഈ സോഫ്റ്റ്വെയർ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ വിൻഡോസ് ഒക്കെ ഒരുപാട് പൈസ കൊടുത്ത് കോടിക്കണക്കിന് എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. KCB ഇതിൽ സ്വന്തമായിട്ട് ഇൻഹൗസ് ആയിട്ട് തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണതാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി എക്സ്പെൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എംപ്ലോയീസ് തന്നെ ഒരു കുറി എടുത്ത് നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് അത് നടന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യം ഡാറ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് വേറെ ഏതൊരു പ്രൈവറ്റ് കമ്പനിയോ ആരെങ്കിലും ഇതിന് കോടിക്കണക്കിന് എമൗണ്ട് ഇതിന് വാല്യൂ ഉള്ള സാധനമാണ്. നമ്മൾ ഇൻഹൗസ് ആയതുകൊണ്ടും ഇവിടെ തന്നെ എടുക്കാൻ പറ്റിയതുകൊണ്ടാണ്. അതെ അതെ. പിന്നെ എനിക്ക് ഇനി ഇത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു സംവിധാനം എല്ലാ KCBയിലും ഉണ്ടാവും എന്നിരിക്കെ തന്നെ ഇതിപ്പോൾ അവിടുത്തെ ആളുകൾ ചെയ്യേണ്ടത് ആ ഒരു പേടിച്ച് പാനിക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അത് അത്രയും വലിയൊരു അപകടം ഉണ്ടായിരുമ്പോൾ അവർ ഇതിനെ പറ്റിയല്ല ചിന്തിക്കുക. അവിടെ എങ്ങനെ റെസ്ക്യൂ അവർക്ക് ആലോചിക്കാനുള്ള സമയം. അവിടുത്തെ കാര്യം നേരത്തെ തന്നെ നമ്മൾ പേപ്പർ ന്യൂസിൽ കണ്ടാണ്. മേപ്പാടി അവർ രാത്രി പകലില്ലാതെ വർക്ക് ചെയ്തിട്ടാണ് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ സപ്ലൈ എടുത്തു. അതൊക്കെ വലിയൊരു ന്യൂസാണ്. അപ്പൊ അതിന്റെ കൂടെ അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഇതേമാതിരി സംഭവം നടന്ന അന്ന് രാത്രി അവിടെ വൈദ്യുതി എത്തിച്ചിട്ടുണ്ട്. അത് വലിയ ന്യൂസായിരുന്നല്ലോ, മിനിസ്റ്റർ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ എന്തായാലും സാറിന്റെ ഐഡിയ തന്നെയാണ്. മൂർത്തി സാറാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാവുള്ളൂ വളണ്ടറില്ല. ഈ ഒരു ചിന്ത ഫസ്റ്റ് കൊടുത്തത് മൂർത്തി സാറാണ് അല്ലേ? ഇങ്ങനെ ചെയ്യാമെന്നൊരു ഐഡിയ ഫസ്റ്റ് വന്നത് സാറിനാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു KCB ഓഫീസിൽ മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ 2 ഫോണുകൾ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു 30ഓളം സ്റ്റാഫ് രാവും പകലും ഇല്ലാതെ റോഡിലും നാട്ടിലും ഒക്കെ മരം വെട്ടാനും ബാക്കി എല്ലാറ്റിനും പോകും. എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രമേ നമ്മളെ തൊഴിലായിട്ട് മഴക്കാലത്ത് വരുന്നുള്ളൂ. കാരണം മരങ്ങൾ കണ്ടമാനമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് വീഴുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. നമ്മളെ വീട്ടിൽ ഒരു മരം വീണാലാണ് നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ കറണ്ട് ഓഫാക്കി പണിയെടുക്കാൻ അവിടെ ആളെത്തണം. ഇത് മഴക്കാലത്തിന് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾക്ക് സ്റ്റാഫില്ല. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഫീൽഡിലെ ജീവനക്കാർ മഴക്കാലം തള്ളി നീക്കുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനൊരു ദുരന്തം വന്നാൽ അവിടുത്തെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ല.
അതുകൊണ്ടാണ് നമുക്കൊരു വേറിട്ട ഒരു ചിന്ത വന്നതും അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് മീറ്റർ റൈഡർമാർ കൃത്യമായിട്ട് ഇതെടുത്തുകൊണ്ട് 2 മാസം കൂടുമ്പോൾ മീറ്റർ റൈഡർമാർ അവരെ വീടുകളിൽ വന്ന് റീഡിങ് എടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ലൈവായിട്ടുള്ള ലൊക്കേഷനൊക്കെ അറിയാം. പിന്നെ നല്ല ഫോൺ നമ്പറൊക്കെ മാറ്റി ഞങ്ങൾ പഴയ ആൾക്കാർ മാറുമ്പോൾ പുതിയ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഫോൺ നമ്പറും അപ്ഡേറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കിത് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു തോന്നൽ വന്നത്. എന്നാലും വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അടുത്തും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വയനാട് എത്രയോ അപ്പുറം, ജില്ലയുടെ അപ്പുറം കിടക്കുന്ന വയനാട്ടിൽ മണ്ണാർക്കാടിന് എത്രയും നല്ലൊരു കോൺട്രിബ്യൂഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റായിട്ട് ഞാൻ അന്ന് തന്നെ സാറിന് ഇത് വന്നല്ലോ. അപ്പോൾ സാറിനോട് വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എന്തായാലും ഇങ്ങനത്തെ വലിയൊരു അപകടത്തിൽ അവർക്ക് ഇത്രയും ഉപകാരപ്രദമായ ഒരു സഹായം ചെയ്യാൻ പിന്നെ KCBയുടെ മണ്ണാർക്കാട് ഡിവിഷന് പറ്റി എന്നതിൽ ഞാനും അഭിമാനം കൊള്ളുകയാണ്. ഈ ഒരു സംഭവം പൊതുജനത്തിൽ നിന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം. കാരണം ഇങ്ങനത്തെ ഒരു സംവിധാനം KCBക്ക് ഉണ്ട്, ഏത് ലൊക്കേഷനും ട്രേസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പ് KCBക്ക് ഉണ്ട് എന്നുള്ളത് ആ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അപ്പോഴാണ് എന്താ പറയുക രേഖാംശം അതൊക്കെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഇതൊക്കെ ഒരു സംഭവം തന്നെയാണല്ലോ. കാരണം ഭൂമിയിലോടത്തോളം കാലം അതിൻ്റെ ആ ഒരു പോയിന്റ് രേഖ പോകില്ലല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. എന്തായാലും ഈ ഒരു പിന്നെ പ്രവൃത്തിയിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല KCBനെ. അവരെന്തോ അവിടെ എത്രയോ മാസം ബില്ല് ഫ്രീ ആയിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം. അതെ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. 6 മാസത്തേക്ക് അവിടെ സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഓക്കെ, ഈ വീഡിയോയിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പലപ്പോഴും ഇങ്ങനെ രേഖകളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ ഓഫീസിൽ നിങ്ങൾ സമർപ്പിച്ച വല്ല രേഖയുടെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി എടുത്തു കൊടുക്കാനും കൂടി നമ്മൾക്കുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു വീട് പോകുമ്പോൾ നമ്മൾ എല്ലാ രേഖയും പോവുകയാണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് രേഖയുടെ കോപ്പി വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഞാൻ മേപ്പാടി സെക്ഷനിലെ EOയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ID കാർഡോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോപ്പി കൊടുക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാനൊരു മണ്ണാർക്കാട്ടുകാരനായതിൽ അഭിമാനിക്കുകയാണ്. സാറും അതേപോലെ തന്നെ സാറിൻ്റെ ഫുൾ എൻ്റെ ഒരു ടീം എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അപ്പോൾ നിർത്തിയായിരുന്ന നമസ്തേ. അപ്പോൾ എന്തായാലും സാറേ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനത്തെ ഒരു വാർത്ത നമുക്ക് തന്നതിന്. അപ്പോൾ എന്തായാലും ബൈ. താങ്ക് യു.